ഭർത്താവും മാറും, എല്ലാവരും മാറും. ആ മാറ്റത്തിൽ മുമ്പ് നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം മാറിയ വ്യക്തി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് വാഗ്ദാനം ആർക്കും കൊടുക്കരുത്. നല്ല ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഹാപ്പി ആൻഡ് പ്രോസ്പറസ് ന്യൂ ഇയർ എന്ന് പറഞ്ഞേക്കുക. നാളെ വൈകുന്നേരം വീട്ടിൽ വന്നാൽ ഒരു കപ്പ് ചായ കുടിക്കാം, പാലും പഞ്ചസാര ഉണ്ടെങ്കിൽ എന്നും പറഞ്ഞേക്കാം. പാലും പഞ്ചസാര ഉണ്ടെങ്കിൽ കപ്പ് ചായ കുടിക്കുക, ഇല്ലെങ്കിൽ തലയിൽ എഴുത്തുക. അപ്പോൾ പ്രോമിസ് ഒന്നുമില്ല. വൈകുന്നേരം വരുമ്പോൾ സാറ് കാപ്പി തരാമെന്ന് പറഞ്ഞു, തന്നില്ല. പാലും പഞ്ചസാര ഉണ്ടെങ്കിലേ തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് രണ്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വാഗ്ദാനങ്ങൾ എപ്പോഴും കണ്ടീഷണലായിരിക്കണം. കണ്ടീഷണൽ വാഗ്ദാനം, നാളത്തേക്കെന്ന് പറഞ്ഞ് വെക്കാത്ത വാഗ്ദാനം, പറ്റുന്നതാണെങ്കിൽ മാത്രം അപ്പപ്പം തീർക്കാനുള്ള വാഗ്ദാനമേ കൊടുക്കാവൂ. കൊടുത്തത് എടുക്കുന്ന വ്യക്തി മാറും, എപ്പോൾ വേണമെങ്കിലും മാറുമെന്ന് ഓർമ്മിക്കണം. അതേപോലെ ആലോചിച്ച് നോക്കാം, ഈ ദശരഥൻ്റെ ഭാര്യ സുമിത്ര എന്ത് ചങ്കൂറ്റ അറിയോ? അസാധാരണ ചങ്കൂറ്റമുള്ളൊരു ഭാര്യ. അതുകൊണ്ട് തന്നെ അവരുടെ പേര് സുമിത്ര. മിത്രത്വം, സുഹൃത്ത് ബന്ധം പോലെ നന്മ നിറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പം ശരിക്ക് സുമിത്രയായിട്ടുള്ള ബന്ധം വളരെ ഗംഭീര. അതേപോലെ ഭാര്യാഭർത്തൃബന്ധം, രാമനും സീതയും തമ്മിലുള്ള ബന്ധം വളരെ നല്ല ബന്ധം. എങ്ങനെയാ? നിങ്ങൾക്കറിയാം, ജനക മഹാരാജാവ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, അറിഞ്ഞൂടാ. ഹിന്ദുക്കളായ സ്ഥിതിക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ജനക മഹാരാജാവ് ഭഗവത്ഗീതയിൽ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു രാജാവിൻ്റെ പേരേ വരുന്നുള്ളൂ, അത് ജനകൻ്റെയാണ്. ജനകാദയ എന്ന് പറയുന്ന ലോകസംഗ്രഹമേവാപി സമ്പുഷ്ടൻ കർത്തുമർഹസി, ഈ ലോകത്തിലെ രാജ്യത്തെ ഭരിക്കാൻ പോലും ബന്ധനങ്ങളില്ലാതെ സാധിക്കും എന്ന് ജനക മഹാരാജാവിനെ ഉദാഹരണമായിട്ടെടുത്ത് കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ജനകൻ്റെ പുത്രിയാണ് ജാനകി. ആ ജാനകിയെ രാമൻ്റെ കയ്യിൽ പാണിഗ്രഹണം ചെയ്തു കൊടുത്തപ്പോൾ ജനകൻ ശ്രീരാമൻ കേൾക്കെ സീതയോട് പറഞ്ഞൊരു വരിയുണ്ട്, നീ എന്നും രാമൻ്റെ നിഴലായി രാമൻ്റെ കൂട്ടത്തിലുണ്ടാവണം, നിന്റെ പേരിനാലായിരിക്കണം രാമൻ അറിയപ്പെടുന്നത്. രാമൻ്റെ സുഖമാണ് നിന്റെ സുഖം, രാമൻ്റെ ദുഃഖമാണ് നിന്റെ ദുഃഖം. രാമൻ നടക്കുന്ന വേളയിൽ രാമൻ സഞ്ചരിക്കുന്ന മാർഗത്തിലുള്ള കല്ലുകളും മുള്ളുകളും ഇലകളും മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ രാമൻ്റെ കൂട്ടത്തിൽ അയക്കുന്നത്. ഞാൻ പറയുന്ന മലയാളം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? എന്നും സീതയും രാമനും എവിടെയെല്ലാം പോയിട്ടുണ്ടോ, കേരളത്തിലെ ദമ്പതികൾ ഭാര്യാഭർത്താക്കന്മാർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഭർത്താവിൻ്റെ പുറകിലേ ഭാര്യ നടക്കാറുള്ളൂ, അല്ലേ? ഭർത്താവിൻ്റെ പുറകിലല്ലേ ഭാര്യ നടക്കാറുള്ളൂ. മൂവാറ്റുപുഴയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ, പക്ഷേ രാമൻ്റെ മുമ്പിൽ ആ സീത നടന്നത്. ഈ 14 വർഷം കാട്ടിലൂടെ പോകുമ്പോഴും രാമൻ്റെ പുറകിലല്ല സീത നടന്നത്, രാമൻ്റെ മുമ്പിലാണ് സീത നടന്നത്. രാമൻ ഇന്നും അറിയപ്പെടുന്നത് സീതയുടെ പേരില്ല. സീതാരാമൻ ആണോ പെണ്ണോ? സീതാരാമൻ ആണോ പെണ്ണോ? സീതാരാമൻ ആണാണ്, അല്ലേ? സീത ചേർത്തിട്ട ആണിൻ്റെ പേര് വന്നത്. എൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഞാൻ പറയാറുണ്ട്, രുക്മിണി ഗോപാലകൃഷ്ണൻ. രുക്മിണി ഗോപാലകൃഷ്ണൻ ആണോ പെണ്ണോ? പെണ്ണാ. സീതാരാമൻ ആണോ പെണ്ണോ? ആണ്. വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായി? അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ആ സീതയുടെ പേരിൽ രാമൻ പോലും അറിയപ്പെടുന്ന ലെവലിലേക്ക് ഒരു ഭാര്യാഭർത്തൃബന്ധം. രാമൻ മുമ്പോട്ട് നടക്കുമ്പോൾ കാലിൽ കല്ലും മുള്ളും വരാതിരിക്കാൻ താൻ സ്വയം മുമ്പിൽ നടന്ന് കാണിച്ച സീത. ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖം വരുമ്പോഴും ആ രാമനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന സീത. രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ വസിഷ്ഠൻ രാമനോട് പറഞ്ഞു, അങ്ങയോട് മാത്രമല്ലേ രാമ കാട്ടിലേക്ക് പോകണമെന്ന് ദശരഥൻ പറഞ്ഞിട്ടുള്ളൂ, സീതയോട് പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങ് ഭാര്യാഭർത്താക്കൾ, സീതയും രാമനും ഭാര്യാഭർത്താവ്, ആ ഭർത്താവിൻ്റെ പ്രതിനിധിയാണ് ഭാര്യ. അതുകൊണ്ട് അങ്ങയുടെ പ്രതിനിധിയായിട്ട് അങ്ങ് തിരിച്ചു വരുന്നത് വരെ 14 വർഷം സീത
ഈ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയുടെ സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ വരിയുടെ നീളം കൂടിയോ ഇല്ല, മനസ്സിലായില്ലെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ രാമൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? നിന്നോട് മാത്രമേ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ ഭാര്യ നിന്റെ പ്രതിനിധിയായിട്ട് ഈ രാജ്യം ഭരിക്കട്ടെ. സീത ആ കമൻറ്റിന് ഉത്തരമേ കൊടുക്കാൻ പോയില്ല. അങ്ങനെ ഒരു കമൻറ്റിന് സീത ഉത്തരമേ കൊടുക്കാൻ പോയില്ല. കാരണം വസിഷ്ഠ മഹർഷി പറഞ്ഞത് പോലും അങ്ങ് ഇഗ്നോർ ചെയ്തു. കാരണം രാമൻ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. രാമൻ്റെ അയോധ്യ അതെൻ്റെ അയോധ്യ. രാമൻ്റെ അയോധ്യ കാടാണെങ്കിൽ ആ കാടാണ് എൻ്റെ അയോധ്യ. രാമൻ്റെ സുഖം എൻ്റെ സുഖം, രാമൻ്റെ ദുഃഖം എൻ്റെ ദുഃഖം. രാമൻ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ടാവും. അങ്ങനെ ഒരു സീതയുണ്ട്. ആ സീതയാണ് യഥാർത്ഥത്തിൽ രാമൻ്റെ ധർമ്മപത്നിയായിട്ട്. ഇപ്പം നമ്മൾ കൈകേയിയും ദശരഥനും തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധം കണ്ടു. ദശരഥനും സുമിത്രയും തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധം കണ്ടു. ഇനി ദശരഥനും കൗസല്യയും തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധം കണ്ടോളൂ. കൗസല്യ മിക്കവാറും ദുഃഖത്തിൽ ശാന്തമായിട്ട് കഴിയുക മാത്രമേ ഉള്ളൂ. കൗസല്യ ദശരഥനോട് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും വേണമെന്ന് പറയാത്ത ഒരു ഭാര്യ ലോകത്തിലുണ്ടെങ്കിൽ കൗസല്യാണ്. ഇതെങ്ങനെയാണ് താൻ ഉറപ്പിച്ച് പറയണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3-4 ഭാര്യാഭർത്തൃ ബന്ധമായി. ഇനി ഇപ്പുറത്തൊരു ഭാര്യാഭർത്തൃ ബന്ധമുണ്ട്. ഏതാ? ബാലിയും താരയും തമ്മിലുള്ള ബന്ധം. ബാലി അഹല്യ ദ്രൗപദി സീത താരാ മണ്ഡോദരീ തഥാ താര. ആ താര ബാലിയുടെ ഭാര്യയാണ്. എന്തൊരു ചങ്കൂറ്റമുള്ള സ്ത്രീ അറിയോ? രാമൻ്റെ അസ്ത്രമേറ്റ് ബാലി വീണപ്പോൾ ആ താര വന്ന് രാമനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. രാമ, എൻ്റെ ഭർത്താവ് ശ്രീരാമ അങ്ങ് അവതാരമാണ്, ലോകചക്രവർത്തിയായ ദശരഥൻ്റെ പുത്രനാണ്, അവതാരമാണ്, ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്, ലോകത്തിന് മാതൃകയായിട്ട് ധർമ്മശാസ്ത്രം പഠിച്ച ആളാണ്. അങ്ങ് ഏത് ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മരത്തിലും മറവിൽ നിന്നുകൊണ്ട് എൻ്റെ ഭർത്താവിനെ അസ്ത്രമെയ്ത് വീഴ്ത്തിയത്? അങ്ങയുടെ ഏത് ജന്മത്തെ ശത്രുവായ എൻ്റെ ഭർത്താവ് അങ്ങക്കെതിരെ എന്ത് തെറ്റാ ചെയ്തത്? രാമായണത്തിലെ വരികട്ടോ. ഗോപാലകൃഷ്ണൻ യുക്തിവാദിയെ പോലെ സംസാരിക്കൊന്നുമല്ല. അത്ര ഗംഭീരായിട്ടാണ് ഇങ്ങനെ താര ചോദിച്ചത്. ഈ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ് രാമൻ അതിന് ഉത്തരം പറയുന്നുണ്ട്. ലോകത്തിലെവിടെ അധർമ്മവും അനീതിയും നടക്കുന്നുവോ ആ അധർമ്മം നടക്കുന്നവൻ ഇല്ലാതെയാക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും ധർമ്മം അർഹതപ്പെട്ടവർക്ക് ലഭിക്കാതെ വരുമ്പോൾ അവരെൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്കത് നൽകുകയും അധർമ്മമാണ് മറ്റവൻ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ അവസരം തരികയും ആ നന്മ അവൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവനെ നശിപ്പിക്കാതെ അവൻ നടത്തുന്ന അധർമ്മം ഇല്ലാതെയാവുകയില്ല. അതുകൊണ്ട് ബാലി എന്ന് പറയുന്ന ഈ രാവണനെ പോലും വാലിൽ കെട്ടിത്തൂക്കിയ ആ ബാലി, അതൊക്കെ കഥയുടെ പ്രയോഗമാണ്, വിട്ടേക്ക. രാവണനെ പോലും വിറപ്പിച്ച ബാലിയെ മുമ്പിൽ നിന്ന് അസ്ത്രമെയ്താൽ ആ ബാലിക്ക് മുമ്പിൽ നിൽക്കുന്നവൻ്റെ ശക്തിയുടെ ഇരട്ടി ശക്തി അപ്പുറത്തേക്ക് കിട്ടുമെങ്കിൽ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ, മറഞ്ഞു നിന്നുകൊണ്ട് ആ അധർമ്മം ചെയ്യുന്ന വ്യക്തിയെ ഇല്ലാതെയാക്കുക. അല്ലയോ താരേ, നിന്നോടും മൃതപ്രായനായി കിടക്കുന്ന ബാലിയോടും ശ്രീ ദശരഥപുത്രൻ ദാശരഥി പറയുന്നു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അടുത്ത ജന്മത്തിൽ ഞാൻ കൃഷ്ണനായി വരുമ്പോൾ ഇതേപോലെ മറഞ്ഞു നിന്ന് നിന്റെ ഭർത്താവ് എനിക്ക് നേരെ ശരമേറ്റ് അന്ന് എൻ്റെ ജീവനും ഈ ശരീരത്തിൽ നിന്ന് പോകാൻ നിന്റെ ഭർത്താവ് കാരണമായി തീരട്ടെ. അന്ന് നിന്റെ ഭർത്താവിനും എനിക്കും ഈ ലോകത്തിൽ ചെയ്യാനുള്ള കർത്തവ്യം ചെയ്ത് ഒരുമിച്ച് ഞങ്ങൾ തിരിച്ചു മടങ്ങുന്നുണ്ടാവും. ഞാൻ പറഞ്ഞതിൻ്റെ വരികൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? അതായത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന്
നിനക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കും എന്നെ ബോധ്യപ്പെടുത്തിയാൽ എനിക്കും തോന്നണം, എന്നെ ബോധ്യപ്പെടുത്തുന്നവർക്കും തോന്നണം. ഞാൻ ശരിയാണ് ചെയ്തതെന്ന് എനിക്ക് മാത്രം തോന്നിയാൽ പോരാ, ലോകത്തിന് തോന്നണം. ഞാൻ ധർമ്മബോധമുള്ളവനാണെന്ന് എനിക്ക് മാത്രം തോന്നിയാൽ പോരാ, ലോകത്തിന് തോന്നണം. ഞാൻ സത്യസന്ധനാണെന്ന് എനിക്കും ഈശ്വരനും മാത്രം അറിയാം എന്ന് ചിലർ പറയാറുണ്ട്. ഈ ബോംബെയിലൊരു അമ്പലമുണ്ട്. ആ അമ്പലം പണിത വ്യക്തിയുണ്ട്. അയാളെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി. കാരണം അയാൾ കൈയിട്ട് വാരിയെന്നാണ് പറയണേ. അയാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ സാറേ, ഈ അമ്പലത്തിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടില്ലെന്ന് എനിക്കും ഈശ്വരനും അറിയാം, ഞാൻ ആരെയും ബോധ്യപ്പെടുത്തണില്ല, അതുപോരാ. അതുകൊണ്ട് ഉത്തരവാദിത്വം തീർന്നില്ല. കൈയിട്ട് വാരിയിട്ടില്ലെങ്കിൽ എനിക്കും ഈശ്വരനും മാത്രം തോന്നിയാൽ പോരാ, ജനതയ്ക്കും തോന്നണം. അർത്ഥം മനസ്സിലായോ? അപ്പം രാമൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് രാമന് മാത്രം തോന്നിയാൽ പോരാ, ലോകത്തിന് തോന്നണം. ലോകത്തിന് തോന്നുന്നില്ലെങ്കിൽ പരിഹാരമാർഗം എന്താ? അടുത്ത ജന്മത്തിൽ ഇതേ വ്യക്തിക്ക് ഇതേപോലെ തിരിച്ച് ഇങ്ങോട്ട് ചെയ്യാനുള്ള, ശിക്ഷിക്കാനുള്ള അവസരം അങ്ങോട്ട് കൊടുക്കുക. അതാ ശ്രീരാമൻ ചെയ്തത്. അത് ചെയ്യിച്ചത് ശരിക്കു പറഞ്ഞാൽ താരയാണ്. ഇപ്പം താരയുടെ വാക്ചാതുര്യം നിർഭാഗ്യവശാൽ നമ്മളെല്ലാം എന്ത് ചെയ്തു എന്നറിയോ? നല്ല ബുദ്ധിമാനായ ഹനുമാനെ, അസാധാരണ ബുദ്ധിശക്തിയുള്ള സുഗ്രീവനെ, അസാധാരണ ബുദ്ധിശക്തി എന്ന് ഞാൻ സുഗ്രീവനെ കുറിച്ച് പറയാൻ കാരണം എന്താ അറിയോ? ഈ സീതയെ അന്വേഷിക്കാൻ വേണ്ടി സുഗ്രീവൻ വാനര പടയെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ വടക്കോട്ട് പോകണം. വടക്കോട്ട് പോയാൽ കിഷ്കിന്ധ കഴിഞ്ഞ് ആദ്യത്തെ രാജ്യത്തിൻ്റെ പേരിതാണ്, അതിൻ്റെ തലസ്ഥാനം ഇതാണ്, അവിടെ ഭരിക്കുന്ന രാജാവിൻ്റെ പേരിതാണ്, അടുത്ത രാജ്യം ഇത്, അതിൻ്റെ തലസ്ഥാനം ഇത്, ആ രാജാവിൻ്റെ പേരിത്. അങ്ങ് ഹിമാലയം വരെയുള്ള രാജ്യങ്ങളുടെ പേരും തലസ്ഥാനത്തിൻ്റെ പേരും രാജാവിൻ്റെ പേരും വടക്കോട്ട്, പിന്നെ കിഴക്കോട്ട്, പിന്നെ പടിഞ്ഞാട്ട്, പിന്നെ തെക്കോട്ട്, 4 ദിശയിലേക്ക് പോകാൻ അയച്ച വാനരന്മാരോട് ആ പ്രദേശത്തുള്ള രാജ്യങ്ങളുടെ പേരും ആ രാജ്യങ്ങളുടെ തലസ്ഥാനത്തിൻ്റെ പേരും അത് ഭരിക്കുന്ന രാജാക്കന്മാരുടെ പേരും ഒരു കുരങ്ങന് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഒരു കുരങ്ങന് പറയാൻ പറ്റുമോ? ഹനുമാനെ പോലെ വ്യാകരണ സ്ഫുടതയോടുകൂടി ലക്ഷ്മണൻ പറഞ്ഞ പോലെ ഹനുമാൻ സംസാരിച്ചു, വ്യാകരണം തെറ്റാതെ. ഈ താരയെപ്പോലെ ഇത്രയും ചങ്കൂറ്റമുള്ള ഒരു സ്ത്രീ ശ്രീരാമനോട് കയർത്ത് ചോദിക്കുന്ന സ്ത്രീ, ഇവരെയൊക്കെ കുരങ്ങന്മാരാണെന്ന് പറയുന്നവരാണോ കുരങ്ങന്മാര്? അവരാണോ കുരങ്ങന്മാര്? എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ ഏതാണെന്ന് നിങ്ങൾ പിന്നീട് ആലോചിക്കുക. ഏതായാലും അവർ കുരങ്ങന്മാരാണെങ്കിൽ ഇത്ര കപ്പാസിറ്റി അവർ കാണിക്കില്ല. ഇപ്പം താര ബാലി എന്ന ഭാര്യാഭർത്താവ്, കൈകേയി ദശരഥൻ എന്ന ഭാര്യാഭർത്താവ്, സുമിത്ര ദശരഥൻ എന്ന ഭാര്യാഭർത്താവ്, കൗസല്യ ദശരഥൻ എന്ന ഭാര്യാഭർത്താവ്, സീത രാമൻ എന്ന ഭാര്യാഭർത്താവ്, മണ്ഡോദരി രാവണൻ എന്ന ഭാര്യാഭർത്താവ്. അപ്പോൾ മണ്ഡോദരി എന്താ രാവണനോട് പറഞ്ഞത്? ആര്യപുത്ര എന്നാ വിളിക്കുന്നത്, ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനാണ് അങ്ങ്, 30 മുക്കോടി ദേവന്മാരുടെ രാജാവ്, 30 മുക്കോടി ദേവന്മാരുടെ രാജാവ് ഇന്ദ്രൻ, 30 മുക്കോടി മനുഷ്യരുടെ രാജാവ് ബൃഹസ്പതി, 30 മുക്കോടി രാക്ഷസന്മാരുടെ രാജാവ് രാവണൻ. ആ 30 മുക്കോടി രാക്ഷസന്മാരുടെ രാജാവായ ഹേ മഹാപ്രഭു, അങ്ങക്ക് ഏത് സ്ത്രീയുടെ സാന്നിധ്യം വേണമെങ്കിലും ലഭിക്കാൻ ഒരു വിരോധവുമില്ല. ഏത് സ്ത്രീകളും അങ്ങയുടെ അടുത്ത് വരാൻ സന്നദ്ധരുള്ളവരാണ്. പക്ഷേ സീത എന്ന സ്ത്രീയെ മാത്രം സ്വന്തമാക്കാൻ അങ്ങ് ശ്രമിക്കരുത്. അങ്ങയുടെ ജീവിതം അത് അവസാനത്തിലായിരിക്കും എത്തുക. അങ്ങക്ക് മറ്റേത് സ്ത്രീകളെയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മണ്ഡോദരിയായ ഞാൻ രാക്ഷസകുലത്തിൽ ജനിച്ച അങ്ങയുടെ ഇംഗിതത്തിനെതിരെ നിൽക്കില്ല. പക്ഷേ ഇത് അങ്ങ് ചെയ്യുന്നത് അങ്ങയുടെ നാശത്തിന് കാരണമാകും. അതൊന്നും രാവണൻ ചെവിക്കൊണ്ടില്ല. ഇവിടെ എന്താ പറ്റുന്നത്? നമ്മളുടെ ഭാര്യമാരുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്.
ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ അടിമുടി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭർത്താവിനെ തിരുത്തേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്കുള്ളതാണെന്ന് ഈ മണ്ഡോദരി നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ രാക്ഷസ കുലത്തിൽ ജനിച്ച മണ്ഡോദരി രാവണനുമായിട്ട് രാമനുമായിട്ട് യുദ്ധം ചെയ്ത രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയെ പഞ്ചകന്യകളുടെ കൂട്ടത്തിലിട്ടു നമ്മൾ. അഹല്യ, ദ്രൗപദി, സീത, സീതയുടെ കൂട്ടത്തിലിട്ടു മണ്ഡോദരിയെ. താര മണ്ഡോദരി തഥാ. മാത്രല്ല, നിങ്ങൾക്കൊക്കെ 60 വയസ്സായി എന്ന് വിചാരിക്കുക. അതൊക്കെ പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം. അപ്പോൾ 60 വയസ്സായി, അല്ലെങ്കിൽ 80 വയസ്സ് ശതാഭിഷേകം, 60 വയസ്സിൽ ഷഷ്ട്യബ്ദ പൂർത്തിയാക്കുമ്പോൾ ഒരു ആയുഷ്യ ഹോമം എന്നൊരു ഹോമം ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ആയുഷ്യ ഹോമം വലിയ ഹോമാണ്. ഒത്തിരി ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഹോമാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത് ചെയ്യുമ്പോൾ വിഭീഷണന് 100 ചമത ഹോമിക്കുന്നുണ്ട്. അശ്വത്ഥാമ, ബലി, വ്യാസ, ഹനുമംശ്ച, വിഭീഷണ, കൃപ, പരശുരാമശ്ച, സപ്തൈതേ ചിരജീവിന. ഈ 7 പേർക്കും 700 ചമത ഹോമിക്കുന്നുണ്ട്. 5 സ്ത്രീകൾക്കും 500 ചമത ഹോമിക്കുന്നുണ്ട്. അതിൽ മണ്ഡോദരിക്കും ഈ ഹോമം നടത്തുന്നുണ്ട്. എന്തിനാ? നല്ല മംഗളകരമായ ധന്യമായ ഒരു സ്ത്രീരത്നമാണ് മണ്ഡോദരി. അപ്പോൾ ഭാര്യാഭർത്തൃബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ രാമായണത്തിലെ ഭാര്യാഭർത്തൃബന്ധത്തെ ഒന്ന് നിങ്ങളെടുത്ത് ആ കൈകേയിയെക്കുറിച്ച്, കൗസല്യയെക്കുറിച്ച്, സുമിത്രയെക്കുറിച്ച്, സീതയെക്കുറിച്ച്, താരയെക്കുറിച്ച്, മണ്ഡോദരിയെക്കുറിച്ച് ഭാര്യമാരായ അവർ എങ്ങനെ പെരുമാറി, അവരുടെ ഭർത്താക്കന്മാർ എങ്ങനെ പെരുമാറി എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്ത് അതിൽ പറ്റിയ പാളിച്ചകൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ, ഭാര്യമാർ തരുന്ന നല്ല ഉപദേശം കേട്ടില്ലെങ്കിൽ രാവണനെ പോലെ ഇഹലോകവാസം വെടിയേണ്ടി വരും. അർത്ഥം മനസ്സിലായി? ഭാര്യയായ സീത മുമ്പിൽ കൂടെ പോകുന്ന മാനിനെ വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ രാമൻ പോയതുപോലെ നിങ്ങളുടെ ഭാര്യമാർ പലതും കണ്ടത് വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ ഭർത്താവ് പോയാൽ രാമന് പറ്റിയത്, സീതയ്ക്ക് പറ്റിയത് നിങ്ങൾക്കും പറ്റുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സീത ലക്ഷ്മണരേഖ ലംഘിച്ചു. നമ്മുടെ മകള്, നമ്മുടെ ഭാര്യ ലക്ഷ്മണരേഖ ലംഘിച്ചാൽ സംഭവിക്കുന്നതാണ് ലവ് ജിഹാദ്. അതാണ് അവിടെ നോട്ടീസ് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാവർക്കും ലക്ഷ്മണരേഖയുണ്ട്. സീത ലക്ഷ്മണരേഖ ലംഘിച്ചാൽ ലക്ഷ്മിയുടെ അവതാരാണെങ്കിലും വിരോധമില്ല, ജനകന്റെ മകളായാലും വിരോധമില്ല, ഭൂമിയുടെ പുത്രിയാണെങ്കിലും വിരോധമില്ല. എത്ര ശ്രേഷ്ഠയായ സ്ത്രീ ആയാലും ഓരോ സ്ത്രീക്കും ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയണമെങ്കിൽ സീതയുടെ ജീവിതം മാത്രം നോക്കിയാൽ മതി. ഇപ്പം 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഓർമ്മിക്കാനുള്ളത് അമ്മയ്ക്ക്, ഭാര്യയ്ക്ക്, സഹോദരിക്ക്, മകൾക്ക് എല്ലാവർക്കും ലക്ഷ്മണരേഖയുണ്ട്. അത് ലംഘിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അനുഭവിച്ചറിയുന്നതിനേക്കാൾ എളുപ്പം ഇവിടെ നോക്കി അറിയലാണ്. അല്ലേ? ഭാര്യയായ കൈകേയി എന്താ ചെയ്തത്? തൻ്റെ മകന് രാജ്യം കൊടുക്കണമെന്ന് സ്വാർത്ഥതയുടെ ക്ലൈമാക്സിലെത്തി 3 സ്ത്രീകൾ വിധവകളായി. ശരിയാണോ? കൈകേയി തൻ്റെ മകന് രാഷ്ട്രഭാരം ഏൽപ്പിക്കണമെന്ന് ഒറ്റ കടുംപിടുത്തം, ഭാര്യയുടെ കടുംപിടുത്തം. ആ കടുംപിടുത്തത്തിൻ്റെ പരിണത ഫലം എന്തായിരുന്നു? 3 സ്ത്രീകൾ വിധവകളായി. കാരണം ദശരഥൻ മരിച്ചു. കൈകേയി നല്ല ഭാര്യയാണ്, അസല് സ്ത്രീയാ, ഝാൻസി റാണിയെ പോലെയുള്ള സ്ത്രീയാ. കേകയ രാജ്യത്തിലെ രാജാവ് രാജ്യഭാരം കൈകേയിയെ ഏൽപ്പിച്ചിട്ടാ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോവുക. വിദേശ പര്യടനത്തിന് കേകയ രാജാവ് പോകുമ്പോൾ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കുന്നത് കൈകേയിക്കാം. ഈ മിലിട്ടറിക്ക് ട്രെയിനിങ് കൊടുത്ത സ്ത്രീയാണ് കൈകേയി. ഞാനുണ്ടാക്കിയതല്ല, വാൽമീകി എഴുതിയതാ. കേകയ രാജ്യത്തിലെ സൈന്യത്തിന്
ട്രെയിനിങ് കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള സ്ത്രീയാണ് കൈകേയി. ആ കൈകേയി, ഇത്രയും ഉറച്ച മനസ്സുള്ള കൈകേയി മന്ദരയുടെ വാക്ക് കേട്ടപ്പോൾ വീണുപോയി. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഭാര്യമാരും കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിലെ കാര്യം കുളമാവും. ഇനി നേരത്തെ കുളമായിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കിണറും കൂടി ആവും. അർത്ഥം മനസ്സിലായോ? ഇപ്പം കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് മനസ്സിലായി? ഇത് രാമായണത്തിലെ ആണെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മീയതയുണ്ടോ? ആത്മീയത ഇല്ല. ഞാനിപ്പോൾ പറഞ്ഞതിലൊന്നിലും ആത്മീയതയിൽ ജീവിത സന്ദേശമേ ഉള്ളൂ. ഞാൻ ആത്മീയത ഒന്നും പറഞ്ഞിട്ടില്ല. മണ്ഡോദരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആത്മീയത പറഞ്ഞില്ല, താരയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആത്മീയത പറഞ്ഞില്ല, സുമിത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആത്മീയത പറഞ്ഞില്ല, സീതയെക്കുറിച്ചോ കൈകേയിയെക്കുറിച്ചോ കൗശല്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്തും ഈശ്വര ചിന്തയോ ആത്മീയതയോ വന്നില്ല. ഇപ്പം ഭാര്യ ഭർത്തൃബന്ധം ഇങ്ങനെ അനലൈസ് ചെയ്യണം. ഇനി അടുത്തത് സഹോദര ബന്ധം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇവർ തമ്മിലുള്ള ബന്ധം നോക്കുക. ഉറച്ച ബന്ധം. ശ്രീരാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് ദശരഥൻ പറഞ്ഞപ്പോൾ ആദ്യം വികാരത്തിൻ്റെ തിമർപ്പിൽ ദേഷ്യപ്പെട്ടത് ലക്ഷ്മണനാ. ആ ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടപ്പോൾ രാമൻ അടുത്ത് വന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, ഹേ ലക്ഷ്മണ, നമ്മളാരും ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും ലക്ഷ്മണ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല. ത്രേതായുഗത്തിൽ മലയാളം ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞതിനെ ഇങ്ങനെ മലയാളത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതൊന്നും സ്ഥിരമല്ല ലക്ഷ്മണ, ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട. വികാരത്തിൻ്റെ പുറത്ത് ഒരു വാക്കും ഉപയോഗിക്കരുത് ലക്ഷ്മണ, വിചാരത്തിൻ്റെ പുറത്തേ ഉപയോഗിക്കാവൂ. നമ്മളുടെ അച്ഛൻ എന്നോട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പദപ്രയോഗം നോക്കുക. എൻ്റെ അച്ഛൻ പറഞ്ഞു എന്നല്ല, നമ്മളുടെ അച്ഛൻ എന്നോട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. അത് പ്രകൃതിയുടെ നിയതിയാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അയോധ്യയിലെ രാജസിംഹാസനത്തിൽ ഇരിക്കാനല്ല, എനിക്ക് വേറെ ദൗത്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്തു തീർക്കാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അനുയോജ്യനായൊരു രാജാവ് ഈ ദേശത്തിനുണ്ട്, ഭരതനായിട്ട് നിലനിൽക്കും. ഞാൻ കാട്ടിലേക്ക് പോകുന്നു മറ്റ് ദൗത്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞ് ലക്ഷ്മണന് ഉപദേശം കൊടുത്ത രാമൻ, അനുജൻ ഉപദേശം കൊടുത്ത ജ്യേഷ്ഠൻ, അച്ഛൻ്റെ തുല്യമായിട്ട് ജ്യേഷ്ഠഭ്രാത പിതൃസമ. ജ്യേഷ്ഠഭ്രാത പിതൃസമ. ജ്യേഷ്ഠൻ എപ്പോഴും അച്ഛന് തുല്യം. കനിഷ്ഠഭ്രാത പുത്രസമ. അനുജൻ പുത്രന് തുല്യമാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മൾ ഓർമ്മിക്കാനുള്ളത് വളരെ കൃത്യമായിട്ട് പറയാം. എൻ്റെ അനുജന് എന്ത് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് മകനെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ജ്യേഷ്ഠനായിരിക്കണം അനുജനെ നന്മയിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതേ രാമൻ്റെ അടുത്ത് ഭരതൻ വന്ന് പറഞ്ഞു, രാമ, ജ്യേഷ്ഠ, ഈ രാജ്യത്തിൻ്റെ ഭാരം ഏറ്റെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഏറ്റെടുക്കാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയുടെ തലയിൽ ഉദിച്ച തെറ്റായിട്ടുള്ള ബുദ്ധിയുടെ പരിണത ഫലമാണിത്. ഞാനിതാ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. അയോധ്യയിലെ പ്രജകൾ, അയോധ്യയിലെ സൈന്യങ്ങൾ, അതേപോലെ വസിഷ്ഠ മഹർഷി, നമ്മുടെ 3 അമ്മമാർ, ഇവരുമായിട്ട് ഈ കാട്ടിൽ വന്ന് അങ്ങയോട് പറയുന്നു, ഞാനല്ല ഈ സംഭവിച്ചതിന് ഉത്തരവാദി, അങ്ങ് തിരിച്ചു വരണം, രാഷ്ട്രത്തിൻ്റെ ഭാരം ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് രാജാവാകണമെന്ന്. ഇവിടെയാണ് ഒരനുജൻ, രാമൻ്റെ അനുജൻ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്ത്? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ സത്യസന്ധനായാൽ മാത്രം പോരാ, സത്യസന്ധനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും വേണം. അതിനാ ഭരതൻ സൈന്യങ്ങളെ കൊണ്ടുവന്നു. ഭരതൻ ആ അയോധ്യയിലെ പ്രജകളുടെ ഒരു ഭാഗത്തിനെ കൊണ്ടുവന്നു, 3 അമ്മമാരെ കൊണ്ടുവന്നു, വസിഷ്ഠനെ കൊണ്ടുവന്നു. ഇവരെ സാക്ഷി നിർത്തിയിട്ട്
രാമനോട് കൈകേയിയെ കൊണ്ട് പറയിപ്പിച്ചു, ഞാനാണിത് ചെയ്തത്, ഭരതനല്ല. പിന്നെ ഭരതനും പറഞ്ഞു, ഞാനല്ല ഇത് ചെയ്തത്, നമ്മുടെ അച്ഛൻ്റെ മരണത്തിന് കാരണം ഞാനല്ല, എൻ്റെ അമ്മ കൈകേയിയാണ് നമ്മുടെ അച്ഛൻ്റെ മരണത്തിന് കാരണം. പദപ്രയോഗം നോക്കാം. എൻ്റെ അമ്മ കൈകേയിയാണ് നമ്മുടെ അച്ഛൻ്റെ മരണത്തിന് കാരണം. അത് മന്ദരയുടെ ഉപദേശം കേട്ടിട്ടാണ്. എൻ്റെ അമ്മയുടെ മനസ്സിൽ മാത്രം ഉദിച്ചതല്ല ഇത്, എൻ്റെ അമ്മയാണ് ഇന്ന് അയോധ്യയുടെ ദുഃഖത്തിന് കാരണം, അങ്ങ് തിരിച്ചു വരണം. അപ്പോൾ ഭരതൻ എന്ന അനുജൻ, ജ്യേഷ്ഠാനുജന്മാരിൽ ഭരതൻ എന്ന അനുജൻ ശരിക്കും ഒരു ഉജ്ജ്വല മാതൃകയാണ്. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ചിന്തിക്കണം, ഭരതനെ പോലെ അർഹതയില്ലാത്തത് വേണ്ടെന്ന് പറയാനും, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ അല്ലെങ്കിൽ അല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും ആ ജ്യേഷ്ഠാനുജന്മാരിൽ ഭരതന് സാധിച്ചു. ആ ഭരതൻ ലോകമെന്നും അറിയപ്പെടുന്ന ഒരു അനുജനായിട്ട്. അപ്പോൾ സഹോദര ബന്ധത്തിൽ രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ബന്ധം, ആ രാമൻ ലക്ഷ്മണനോട് വികാരത്തിൻ്റെ പുറത്ത് പ്രതികരിക്കരുത്, വിചാരത്തിൻ്റെ പുറത്ത് വേണം പ്രതികരിക്കാൻ എന്ന് പറയുന്നു. അതേ രാമൻ ഭരതൻ്റെ അടുത്ത് രാഷ്ട്രഭാരം ഏറ്റെടുക്കേണ്ടത് എങ്ങനെയാണെന്നും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് വേവലാതിപ്പെടരുതെന്നും ഉപദേശിക്കുന്നു. ആ 4 പേരും ജ്യേഷ്ഠാനുജന്മാർ ഒരുമിച്ച് നിൽക്കുന്നു. വേറൊരു ഗ്രൂപ്പ് ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ബാലിയും സുഗ്രീവനും. എന്താ സംഭവിച്ചത്? അവർ തമ്മിൽ യുദ്ധം ചെയ്തു. പുറത്തു നിന്ന് വന്ന രാമൻ അതിലെ ഒരാളെ കൊന്നു. ആ ബന്ധം തകർന്നു. ഇത് ഏതുപോലെയാ? മധുരാപുരി, ഇവിടുത്തെ തമിഴ്നാട്ടിലെ മധുര ഭരിച്ചിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മനെയും പരസ്പരം അവരെപ്പോഴും വഴക്കാം. അപ്പോൾ ഔറംഗസീബിൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്ന മല്ലിക് കഫൂർ എന്ന മുസ്ലിം രാജാവ് സുൽത്താൻ മധുരയിലേക്ക് വന്ന് ഈ സുന്ദരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ കൂട്ടത്തിലിരുന്ന് വീരപാണ്ഡ്യനുമായിട്ട് യുദ്ധം ചെയ്ത് വീരപാണ്ഡ്യനെ കൊന്നു. എന്നിട്ട് അതേ മല്ലിക് കഫൂർ സുന്ദരപാണ്ഡ്യനെയും കൊന്നു. എന്നിട്ട് 22,000 ഒട്ടകത്തിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ സർവസ്വത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള സ്വത്തിനേക്കാൾ 100 ഇരട്ടി ഉണ്ടായിരുന്നു മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ സ്വത്ത്. അത് മുഴുവനും 22,000 ഒട്ടകത്തിൻ്റെ പുറത്ത് മല്ലിക് കഫൂർ കൊണ്ടുപോയത് ഒഴിവാക്കാമായിരുന്നു. ഈ സുന്ദരപാണ്ഡ്യനും വീരപാണ്ഡ്യനും ബാലി സുഗ്രീവന്മാരുടെ ചരിത്രമൊന്ന് അവർ കിഷ്കിന്ധയെ ഗംഭീരമായിട്ട് അവർക്ക് ഭരിച്ച് നന്മയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു, മധുരാപുരിയെയും. അപ്പോൾ രാമൻ്റെ സഹോദര ബന്ധം, ബാലിയുടെ സഹോദര ബന്ധം. ഇനി വേറൊരു സഹോദര ബന്ധമുണ്ട്. അതേതാ? അത് രാവണൻ, വിഭീഷണൻ, കുംഭകർണൻ. രാവണൻ ചെയ്ത തെറ്റ്, ആ രാവണൻ ചെയ്തത് തെറ്റാണെന്ന് രാവണനറിയാം, കുംഭകർണനും അറിയാം. പക്ഷെ കുംഭകർണൻ തെറ്റ് ചെയ്ത രാവണൻ്റെ കൂട്ടത്തിൽ നിന്നു. പരിണതഫലം എന്തായിരുന്നു? രാവണനും മരിച്ചു, കുംഭകർണനും മരിച്ചു. ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിൻ്റെ കൂട്ടത്തിൽ വിഭീഷണൻ നിന്നില്ല. പക്ഷെ വിഭീഷണന് 2 സഹോദരന്മാർ നഷ്ടപ്പെട്ടു. വിഭീഷണന് 2 സഹോദരന്മാർ നഷ്ടപ്പെട്ടു. അതിൻ്റെ പരിണതഫലമായിട്ടാണെങ്കിൽ പോലും വിഭീഷണന് ലങ്കാപുരിയിലെ രാജാവാകാൻ സാധിച്ചു. നമ്മൾ സഹോദരന്മാരിൽ തെറ്റ് ചെയ്തവൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്കും തെറ്റ് ചെയ്തവൻ്റെ അതേ ശിക്ഷ ലഭിക്കും. അർത്ഥം മനസ്സിലായി? തെറ്റ് ചെയ്തവൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്കും തെറ്റ് ചെയ്തവൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് ഇവിടെ നമുക്ക് രാവണൻ്റെയും കുംഭകർണൻ്റെയും ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേ സമയത്ത് തെറ്റ് ചെയ്തവൻ്റെ കൂട്ടത്തിൽ നിൽക്കാത്ത വിഭീഷണന് അതിൻ്റെ പാപഭാരം ഏൽക്കേണ്ടി വന്നില്ല. നിങ്ങൾക്കറിയോ, പാണ്ഡവര് കാട്ടിലേക്ക് പോകാൻ ആരായിരുന്നു കാരണം? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം പേരും പറയും ശകുനി കള്ളച്ചൂത് കളിച്ചത് കൊണ്ടാണ് പാണ്ഡവർ തോറ്റത്, കാട്ടിലേക്ക് പോവേണ്ടി വന്നത്. സത്യമതാണോ? സത്യമതാണോ? ഈ കള്ളച്ചൂത് ശകുനി കളിച്ചിട്ട്, അല്ലെങ്കിൽ ശരിയായ ചൂത് ശകുനി കളിച്ചാൽ ആ ചൂത് കളിക്കണമെന്ന് ഈ ധർമ്മപുത്രർക്ക് എന്താ ഇത്ര നിർബന്ധം?
ധർമ്മശാസ്ത്രം പഠിച്ച ധർമ്മപുത്രര് നല്ലോണം പഠിച്ചിട്ടുണ്ട്. മദ്യവും വേശ്യയും ചൂതുകളിയും ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നു എന്ന്. മദ്യവും വേശ്യാസ്ത്രീയും ചൂതുകളിയും ഒരു രാജാവിൻ്റെ ജീവിതത്തിൽ ഒരേപോലെ നാശത്തിന് കാരണമാകുന്നു എന്ന് നല്ലവണ്ണം അറിയാവുന്ന ധർമ്മപുത്രര് വീണ്ടും വീണ്ടും ചൂത് കളിക്കുമെന്ന് മാത്രമല്ല, ആ ചൂത് കളിച്ച് അവനവൻ്റെ കിരീടം താഴെ വെച്ച് കിരീടം പണയപ്പെടുത്തി, അവനവനെ പണയപ്പെടുത്തി, സഹോദരന്മാരെ പണയപ്പെടുത്തി. നിർഭാഗ്യവശാൽ 4 സഹോദരന്മാരും മിണ്ടാതിരുന്നു. 4 സഹോദരന്മാരും മിണ്ടാതിരുന്നു. പക്ഷേ രാവണന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? വിഭീഷണൻ എതിർത്തു. കുംഭകർണൻ കൂട്ടത്തിലിരുന്നു. അപ്പൊ ത്രേതായുഗത്തിലെ വിഭീഷണന്റെ ആ കപ്പാസിറ്റി പോലും ദ്വാപരയുഗത്തില് ഈ ഭീമനും അർജുനനും നകുലനും സഹദേവനും കാണിച്ചില്ല. അത് കാണിച്ചില്ലെന്ന് മാത്രമല്ല, അന്ന് രാവണൻ ആരെയും പണയപ്പെടുത്തിയില്ല. പക്ഷേ ധർമ്മപുത്രര് അനുജന്മാരെ പണയപ്പെടുത്തിയപ്പോഴും മുഖം കുനിച്ച് അതിനുവേണ്ടി നിന്നുകൊടുത്തു അനുജന്മാര്. മാത്രല്ല, ഭാര്യ ദ്രൗപദിയെ പണയപ്പെടുത്തിയപ്പോൾ ദ്രൗപദി എന്താ ചെയ്തത്? ദ്രൗപദി ഭീഷ്മരുടെ അടുത്ത് പോയിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, മഹാതപസ്സിലുള്ള മന്ത്രിമാരെ, ബുദ്ധിമാന്മാരെ, പണ്ഡിതന്മാരെ, ധർമ്മശാസ്ത്രം അറിയാവുന്നവരെ, വിനയപുരസ്സരം അടിയൻ ചോദിക്കുന്നു, സ്വയം പണയപ്പെട്ട എൻ്റെ ഭർത്താവിന് പണയപ്പെടാത്ത ഒരാളെ പണയപ്പെടുത്താൻ അവകാശമുണ്ടോ? സ്വയം പണയപ്പെടുത്തിയ വ്യക്തിക്ക് പണയപ്പെടാത്ത ഒരാളെ പണയപ്പെടുത്താൻ അവകാശമുണ്ടോ എന്ന് ദ്രൗപദി ചോദിച്ചു. അത്രയും ചങ്കൂറ്റമുള്ള സ്ത്രീയായിരുന്നു ദ്രൗപദി, പാഞ്ചാലി. ആ ചങ്കൂറ്റം പോലും 4 സഹോദരന്മാർ കാണിച്ചില്ല. ഓർക്ക, അപ്പൊ സഹോദരന്മാര് അതിലെ ഒരാൾ ചെയ്ത തെറ്റിനെ കൂട്ടത്തിൽ നിന്നാൽ സർവരും ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ വിഭീഷണൻ രാവണന്റെ കൂട്ടത്തിൽ നിന്നില്ല. ഇപ്പൊ സഹോദര ബന്ധത്തിൻ്റെ മഹത്വമേറിയ സന്ദേശം 2 ഇതിഹാസങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ദുര്യോധനന്റെ കൂട്ടത്തില് എല്ലാ സഹോദരന്മാരും നിന്നു. പരിണത ഫലം ദുര്യോധനൻ അർഹതപ്പെട്ടതാ ഹസ്തിനപുരം എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ദുര്യോധനന് അർഹതപ്പെട്ടതാണ് ഹസ്തിനപുരം എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. എന്താ കാരണം? ധൃതരാഷ്ട്രർക്ക് കണ്ണ് കണ്ടൂടാ എന്ന കാരണത്താൽ ഹസ്തിനപുരത്തിൻ്റെ രാജ്യഭാരമേൽക്കാൻ ധൃതരാഷ്ട്രർക്ക് സാധിച്ചില്ല. ഇപ്പൊ ധൃതരാഷ്ട്രരുടെ പ്രതിനിധിയായിട്ട് പാണ്ഡു ഹസ്തിനപുരം ഭരിച്ചു. പക്ഷെ ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ല. ധൃതരാഷ്ട്രരുടെ മകനായ ദുര്യോധനന് കാഴ്ചയുണ്ട്. അപ്പൊ പിന്നെ ആ രാജ്യത്തിൻ്റെ അവകാശി ആരാ? അത് ദുര്യോധനനാ. അപ്പൊ ദുര്യോധനൻ രാജാവാകേണ്ട വ്യക്തിയുടെ മകൻ. അപ്പൊ ധർമ്മപുത്രര് രാജാവിൻ്റെ മകൻ. അപ്പൊ രാജാവിൻ്റെ മകന് രാജാവാകേണ്ടവൻ്റെ മകൻ. ഇതിലെവിടെയാ ധർമ്മം ധർമ്മപുത്രരുടെ കൂട്ടത്തിലുള്ളത്? ധർമ്മപുത്രര് കൃഷ്ണനിലൂടെ അറിയിച്ചു, ഈ ഹസ്തിനപുരം മുഴുവനും വേണ്ട, 6 ഗ്രാമം തന്നാൽ മതി, 6 ഗ്രാമം മതി. അതാണ് ധർമ്മപുത്രരുടെയും പാണ്ഡവരുടെയും വിജയം. ആ 6 ഗ്രാമം തരികയാണെങ്കിൽ ഞങ്ങൾ പിന്നീട് ഈ ഹസ്തിനപുരത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല. ദുര്യോധനൻ എന്താ പറഞ്ഞത്? 6 ഗ്രാമം പോയിട്ട് ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവർക്ക് തരില്ലെന്ന് മാത്രമല്ല, അവരിനിയും 14 വർഷം വനത്തിലേക്ക് പോവേണ്ടവരാണെന്ന് ആക്രോശിക്കുകയാണ് ദുര്യോധനൻ ചെയ്തത്. ആ ദുര്യോധനൻ ചെയ്ത തെറ്റിൻ്റെ കൂട്ടത്തിൽ നിന്ന 100 സഹോദരന്മാരും മരിച്ചു. 100 പേരും മരിച്ചു. ശരിയുടെ കൂട്ടത്തിൽ നിന്ന പാണ്ഡവർ മരിച്ചില്ല. എന്താ നമ്മൾ പഠിക്കേണ്ടത് ജീവിതത്തിൽ? നമ്മൾ പഠിക്കേണ്ടത് ഭാര്യാഭർത്തൃബന്ധത്തിൽ നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് കൈകേയിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്, ദശരഥന് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്,